ഇന്ത്യയുടെയും അമേരിക്കയുടെയും പ്രതിരോധ വ്യാപാരത്തിലെ 2 പതിറ്റാണ്ടുകളുടെ ചരിത്രമാണ് ഇപ്പോൾ മാറ്റിമറിച്ചിരിക്കുന്നത്. 2005 മുതൽ ഇരു സർക്കാരുകളും സൈന്യവും തമ്മിലുള്ള ചർച്ചകളിൽ ഒരു പരിധിവരെ പ്രധാന ചർച്ചാ വിഷയമായിരുന്ന പ്രതിരോധ വ്യാപാരത്തിനാണ് ഇപ്പോൾ അന്തിമമായിരിക്കുന്നത്. അതായത് ആത്യന്തികമായി ഇന്ത്യക്ക് F-35 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ നൽകുന്നതിന് വഴിയൊരുക്കുകയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പ്രഖ്യാപിച്ചു. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന വേളയിലാണ് ട്രംപ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. F-35 സാധ്യതയുള്ള ഉപഭോക്താവായി ഇന്ത്യയെ ഉറപ്പാക്കുന്നതിനായി കയറ്റുമതി നിയമങ്ങൾ ഔദ്യോഗികമായി പരിഷ്കരിക്കാനുള്ള ഉദ്ദേശ പ്രസ്താവനയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇന്നലെ അന്തിമ തീരുമാനത്തിലെത്തിയ ഈ ചർച്ചാ വിഷയത്തിന് ഏകദേശം 2 പതിറ്റാണ്ടിലെ ചരിത്രമുണ്ട്. അതായത് 2005 ഇന്ത്യൻ നാവികസേന F-35C വിമാനവാഹിനി കപ്പൽ പതിപ്പിനെ കുറിച്ചുള്ള ആദ്യ തരത്തിലുള്ള വിശദമായ ഒരു അവതരണം തേടിയപ്പോഴാണ് F-35 കുറിച്ച് ഇന്ത്യക്കാർക്ക് താല്പര്യം ആരംഭിച്ചത്. അതിനുശേഷം 2007 F-35A വ്യോമസേന പതിപ്പിനെ കുറിച്ച് ലോക്ഹീഡ് മാർട്ടിൻ സംഘം ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വിശദമായ ഒരു വിശദീകരണം നൽകിയിരുന്നു. ആ സമയത്താണ് ഇന്ത്യയുടെ MRCA പ്രോഗ്രാം, അതായത് മീഡിയം മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം മത്സരത്തിൽ F-16 നവീകരിച്ച ഒരു പതിപ്പ് അമേരിക്ക മുന്നോട്ട് വെച്ചു. അതിന് കാരണമെന്ന് പറയുന്നത് ലോക്ഹീഡ് മാർട്ടിന്റെ 126 F-16 വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയെ വാങ്ങാൻ പ്രേരിപ്പിക്കുക എന്നതായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഇന്ത്യൻ സർക്കാർ റഷ്യക്കാരുമായി ഒരു 5ാം തലമുറ യുദ്ധ വിമാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുന്നു. അതുപോലെ തന്നെ HALഉം DRDOയുമായും ചർച്ചകൾ നടത്തി. ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധ വിമാന പദ്ധതിയായ AMCയെ പറ്റിയുള്ള ചർച്ചകളായിരുന്നു അത്. അതുപോലെ തന്നെ LCAയുടെ മാർക്ക് 2ഉം ചർച്ചാ വിഷയത്തിൽ ഉൾപ്പെട്ടു. അങ്ങനെ 2008 ആയപ്പോഴേക്കും ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ നാവികസേനയും തമ്മിൽ ചർച്ചകൾ തുടരുകയും ഈ വിമാനം സന്ദർശിക്കാനും നിരീക്ഷിക്കാനും തീരുമാനിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം 2010 ഡെക്ക് അധിഷ്ഠിത യുദ്ധ വിമാനങ്ങൾക്കായുള്ള ഇന്ത്യൻ നാവികസേനയുടെ അഭ്യർത്ഥനയ്ക്ക് ലോക്ഹീഡ് മാർട്ടിൻ ഔദ്യോഗികമായി മറുപടി നൽകി. അതായത് F-35B ജംബ് ജെറ്റും F-35C കാരിയർ പതിപ്പും പ്രദർശനം നടത്തി. ഇന്ത്യൻ നാവികസേനയുടെ അന്നത്തെ ഇൻബൗണ്ട് INS വിക്രമാദിത്യ വിമാനവാഹിനി കപ്പലിന്റെ സ്കീ ജമ്പും ആംഗിൾ ഡെക്കും പ്രവർത്തിപ്പിക്കാൻ F-35Cക്ക് കഴിയുമെന്ന് തെളിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ 2010 നവംബറിൽ ഇന്ത്യ ഔദ്യോഗികമായ റഷ്യയുമായി 5ാം തലമുറ യുദ്ധ വിമാനത്തിനുള്ള കരാറും നടത്തി. എന്നാൽ ഇന്ത്യയുടെയും റഷ്യയുടെയും വരാനിരിക്കുന്ന 5ാം തലമുറ യുദ്ധ പങ്കാളിത്തത്തെ പറ്റി അമേരിക്കയുടെ ഒരു ലോക്ഹീഡ് മാർട്ടിൻ ഉദ്യോഗസ്ഥൻ പരിഹസിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ 2018 ഇന്ത്യ ഈ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ഉന്നത ലോക്ഹീഡ് മാർട്ടിൻ ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടയ്ക്ക് ഇന്ത്യയിൽ സന്ദർശനം നടത്തുകയും വിശദീകരണങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. സങ്കീർണമായ MRCA ശ്രമം ഉപേക്ഷിച്ച് F-35 യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യക്ക് ബുദ്ധിപരമായിരിക്കും എന്നാണ് അന്ന് വിദഗ്ധ വൃത്തങ്ങളിൽ നിന്നും ഒരു സംസാര വിഷയവും ഉണ്ടായിരുന്നു. അത്തരമൊരു നിർദ്ദേശത്തെ കുറിച്ചുള്ള സംസാരം ചൂട് പിടിച്ചതോടെ ഇന്ത്യ റഷ്യയുമായുള്ള 5ാം തലമുറ പ്രോഗ്രാമിൽ നിന്ന് പിന്മാറിയതുകൊണ്ട് ഇനി മറ്റൊരു 5ാം തലമുറ യുദ്ധവിമാനത്തെ പരിഗണിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം നിർത്തിവെക്കുകയും ചെയ്തു. എന്നാൽ ഇത് അമേരിക്കയുടെ ലോക്ഹീഡ് മാർട്ടിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുണർത്തുന്ന വാർത്തയായിരുന്നു. കാരണം ഇന്ത്യയിലേക്കുള്ള F-35 വിമാനത്തിന്റെ സാധ്യതയ്ക്കാണ് അവിടെ അവസരമുണ്ടായത്. 2011 ആയപ്പോഴേക്കും ഇന്ത്യയുടെ MRCA പ്രോഗ്രാമിൽ നിന്ന് തങ്ങളുടെ F-16 വിമാനം നീക്കം ചെയ്യാൻ കഴിയുകയില്ല എന്ന് ലോക്ഹീഡ് മാർട്ടിന് വ്യക്തമായി കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ വർഷം തന്നെ പെന്റഗണിന്റെ അന്നത്തെ അണ്ടർ സെക്രട്ടറി ഫോർ അക്വിസിഷൻസ് ആഷ്ടൺ കാർട്ടർ പറഞ്ഞത് F-35 ലൈറ്റനിങ് 2 പ്രോഗ്രാമിൽ പങ്കെടുക്കാനും പിന്നീട് അത് സ്വന്തമാക്കാനും ഇന്ത്യയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ്. അങ്ങനെ 2011 അവസാനത്തോടെ F-35 ചർച്ചകൾ പൊടിപൊടിക്കുകയും ഇന്ത്യക്ക് ഈ F-35 പ്രായോഗികമായ ഒരു ഓപ്ഷൻ ആണോ എന്നതിനെ കുറിച്ചുള്ള ഒരു കേന്ദ്ര ബിന്ദുവായി ഈ ചർച്ച മാറുകയും ചെയ്തു. എന്നാൽ 2012 ജനുവരിയിൽ ഫ്രാൻസിന്റെ റാഫേൽ MRCA മത്സരത്തിൽ വിജയിച്ചു എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് F-35 സംബന്ധിച്ച സംസാരം അവിടെ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ ഒടുവിൽ 2016 ഫ്രാൻസിൽ നിന്ന് പ്രാദേശിക ഉൽപാദന ഘടകങ്ങളൊന്നുമില്ലാതെ 36 റാഫേലുകൾ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചു. ആ 36 റാഫേലുകളും 2019 2022 ഇടയിൽ വിതരണവും ചെയ്തു. അങ്ങനെ 2018 വീണ്ടും 36 റാഫേലുകൾക്ക് കൂടി ഓർഡർ നൽകി ഓർഡർ ഇരട്ടിയാക്കുന്നതിനെ കുറിച്ച് ഇന്ത്യയും ഫ്രാൻസും ചർച്ചകൾ ആരംഭിക്കുന്നു. അങ്ങനെയാണ് റഫേൽ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ
MRCA അല്ലെങ്കിൽ MRFA മത്സരത്തിൽ ഒരു മുൻനിര മത്സരാർത്ഥിയായി മാറിയത്. അങ്ങനെ ഇപ്പോൾ F-35 ഇന്ത്യക്ക് മുന്നിൽ വന്നിട്ട് ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രസിഡന്റ് ട്രംപ് ഔദ്യോഗികമായും F-35 ഇന്ത്യക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇത് ട്രംപിന്റെ ഒരു പവർ പ്ലേ ആണോ എന്ന കാര്യത്തിലും ഇപ്പോൾ സംശയമുണ്ട്. അതായത് സ്റ്റെൽത്ത് 5ാം തലമുറ യുദ്ധവിമാന മേഖലയിൽ ചൈനയുമായുള്ള ഇന്ത്യയുടെ വ്യക്തവും ദൃശ്യവുമായ വ്യോമശക്തി വിടവ് നിലനിൽക്കെ F-35 ഇന്ത്യക്ക് പ്രദർശിപ്പിച്ചത് തന്നെ ട്രംപിന്റെ ഒരു പവർ പ്ലേ ആവാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കൻ ഉദ്ദേശത്തെക്കുറിച്ചുള്ള നിലനിൽക്കുന്ന സംശയങ്ങൾ പരിഹരിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശന വേളയിൽ F-35 ഇന്ത്യക്ക് നൽകാം എന്ന് ട്രംപ് വാക്കാൽ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബഹിരാകാശം, വ്യോമ പ്രതിരോധം, മിസൈൽ, സമുദ്ര അണ്ടർസീ സാങ്കേതിക വിദ്യകൾ എന്നിവയിലുടനീളം പ്രതിരോധ സാങ്കേതിക സഹകരണം ത്വരിതപ്പെടുത്താൻ 2 നേതാക്കളും പ്രതിജ്ഞ എടുത്തിരുന്നു. 5ാം തലമുറ യുദ്ധവിമാനങ്ങളും അണ്ടർസീ സിസ്റ്റങ്ങളും ഇന്ത്യക്ക് വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ചുള്ള നയം പുനഃപരിശോധിക്കുന്നു എന്നും അമേരിക്ക പ്രഖ്യാപിച്ചു. അവസാനം ഇന്ത്യക്ക് F-35 നൽകുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. അമേരിക്കയുടെ 4ാം തലമുറ ജെറ്റുകളായ F-15EX ഈഗിൾ 2, F-18 സൂപ്പർ ഹോർണറ്റ്, ലോഹിഡ് മാർട്ടിന്റെ F-21 എന്നിവ IAFന്റെ MRFA ലേലത്തിൽ ഉൾപ്പെട്ടിരുന്നു. ബോയിങ്ങിന്റെ F-18 സൂപ്പർ ഹോർണറ്റ് 2 ഇന്ത്യൻ മത്സരങ്ങളിൽ നിന്ന് പുറത്താകുകയും ചെയ്തു. ഈ സ്ഥാനത്താണ് ഇന്ത്യൻ നാവികസേന റാഫേൽ തിരഞ്ഞെടുത്തതും. എന്നാൽ F-35 ഇന്ത്യക്ക് നൽകുമെന്ന ട്രംപിന്റെ വാക്കുകൾക്ക് ശേഷം ലോഹിഡ് മാർട്ടിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. അതായത് ഇന്ത്യക്ക് F-35 നൽകുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ സമീപകാല പ്രഖ്യാപനങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നും 21ാം നൂറ്റാണ്ടിലെ സുരക്ഷാ പരിഹാരങ്ങളും പ്രതിരോധ ശേഷികളും ഉപയോഗിച്ച് ഇന്ത്യൻ സായുധ സേനയെ അവയുടെ അടിയന്തര ആവശ്യം പരിഹരിക്കുന്നതിന് കൂടുതൽ ശാക്തീകരിക്കുന്ന യുദ്ധവിമാനങ്ങൾ, ജാവലിൻ, ഹെലികോപ്റ്ററുകൾ എന്നിവയുൾപ്പെടെ വരാനിരിക്കുന്ന തന്ത്രപരമായ സംഭരണങ്ങളിൽ ഇരു സർക്കാരുകളുമായി അടുത്തു പ്രവർത്തിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുമാണ്. ഇവിടെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ട്രംപിന്റെ F-35 വാഗ്ദാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ അടിയന്തര വ്യോമശക്തി സംഭരണത്തെ മാറ്റിമറിച്ചിരിക്കുന്നു. MRFAയുമായി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് വ്യക്തമായ ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കാൻ വേണ്ടി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഒരു മുതിർന്ന കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയ സമയത്താണ് ഇപ്പോൾ ട്രംപിന്റെ ഈ വാഗ്ദാനം. ഇനി വരാനിരിക്കുന്ന മോദിയുടെയും പുടിന്റെയും ഉച്ചകോടിയിൽ റഷ്യൻ Su-57 ഓഫർ, അതുപോലെ തന്നെ ട്രംപിന്റെ ഇപ്പോഴത്തെ F-35 വാഗ്ദാനം, ഇതെല്ലാം കൂടി ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇപ്പോൾ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതായി മാറിയിരിക്കുകയാണ്. മറ്റൊരു വശത്തെ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാന ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അതായത് AMCA പ്രോഗ്രാമും LCA Mark II. മറ്റൊരു കാര്യം കൂടിയുണ്ട്. F-35 സാങ്കേതിക വിദ്യകളൊന്നും ഇന്ത്യക്ക് നൽകാമെന്ന് അമേരിക്കയോ ട്രംപോ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ശ്രദ്ധാപൂർവം ഇന്ത്യ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഇതും അതുപോലെ ആകുമോ എന്ന കാര്യവും നോക്കണം. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ വൻ മുന്നേറ്റം കയ്യെത്തിപ്പിടിക്കുന്ന ഇന്ത്യ ഇപ്പോൾ മറ്റെല്ലാം പരാജയപ്പെട്ട്, അതായത് ഇന്ത്യയുടെ 5ാം തലമുറ യുദ്ധവിമാന പദ്ധതി മാറ്റിവെച്ച് അതിന് മുൻതൂക്കം നൽകാതെ വിദേശത്തു നിന്ന് ഒരു സ്റ്റെൽത്ത് പോരാളികളെ വേണമെന്ന് തീരുമാനിക്കുമോ? ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ F-35 ഓഫറിനോട് നമ്മുടെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ഇന്ത്യ ഒരു നൂതന വ്യോമയാന പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രക്രിയ ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇത് നിലവിൽ ഒരു നിർദ്ദേശത്തിന്റെ ഘട്ടത്തിലാണ്. ഇന്ത്യയെ Su-57 സ്റ്റെൽത്ത് ഫൈറ്ററുകളുമായി ആയുധമാക്കാനും തദ്ദേശീയമായ ഒരു AMCA പ്രോഗ്രാമിൽ ഇന്ത്യയെ സഹായിക്കാനും റഷ്യ താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ ഈ വാഗ്ദാനം. ഏകദേശം 17ഓളം രാജ്യങ്ങൾ ഇപ്പോൾ ഈ F-35 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. ഈ F-35 വാങ്ങുന്നതും പരിപാലിക്കുന്നതും ചെലവേറിയ ഒരു കാര്യവുമാണ്. എന്നാൽ മറുവശത്തെ എത്രയും വേഗം ഇന്ത്യയുടെ സ്റ്റെൽത്ത് വിടവ് നികത്തേണ്ടതുമാണ്. കാരണം 5ാം തലമുറ J-20 യുദ്ധവിമാനങ്ങളുമായി ചൈന ഇതിനകം തന്നെ സജ്ജമാണ്. പാകിസ്ഥാൻ ആകട്ടെ തങ്ങളുടെ ഫൈറ്റർ സ്ക്വാഡ്രൺ ശക്തി വർദ്ധിപ്പിക്കുകയുമാണ്. കൂടാതെ ചൈനയിൽ നിന്ന് J-35 സ്റ്റെൽത്ത് ജെറ്റുകൾ സ്വന്തമാക്കാൻ സാധ്യതയുമുണ്ട്. എന്തായാലും പന്ത് ഇപ്പോൾ ഇന്ത്യയുടെ കോർട്ടിൽ തന്നെയാണ്. ട്രംപിന്റെ F-35 വേണോ, റഷ്യയുടെ Su-57 വേണോ, അതോ തങ്ങളുടെ തദ്ദേശീയ യുദ്ധവിമാന പദ്ധതിയായ AMCAയുമായി മുന്നോട്ട് പോകണോ? നിർണായക തീരുമാനമെടുക്കേണ്ടത് ഇനി ഇന്ത്യയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.